വർക്ക് ബണ്ടിൽ അല്ലെങ്കിൽ വർക്ക് ബണ്ടിൽ UAE നമ്മൾ പല സിറ്റുവേഷൻസിലും സന്ദർഭങ്ങളിൽ ഇപ്പോൾ കേട്ടുവരുന്ന ഒരു പേരാണ് വർക്ക് ബണ്ടിൽ എന്ന് പറയുന്നത്. എന്താണ് ഈ വർക്ക് ബണ്ടിൽ? എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഏതൊക്കെ സർവീസസ് ആണ് ഈ ഒരു വർക്ക് ബണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. UAE ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പുതിയ സിസ്റ്റമാണ് വർക്ക് ബണ്ടിൽ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിൻ്റെയും അതേപോലെ തന്നെ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ്സിൻ്റെയും പ്രോസസ്സും ആപ്ലിക്കേഷൻസ് എല്ലാം ഒരു സിംഗിൾ ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു വർക്ക് ബണ്ടിൽ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലൂടെ. അതായത് www.workinuae.ae ഈ ഒരു വെബ്സൈറ്റിലാണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക് ബണ്ടിലിൻ്റെ സർവീസസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് മെയിൻലി 3 സർവീസസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് എംപ്ലോയി ഹയറിംഗ് പ്ലാറ്റ്ഫോം, ഹയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ പ്രീ റിന്യൂവൽ, അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ റിന്യൂവൽ വരുന്ന ട്രാൻസാക്ഷൻസ്, ഒരു എംപ്ലോയിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് വരുന്ന വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻസ് അല്ലെങ്കിൽ റെസിഡൻസി ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് എല്ലാം ഈ ഒരു 3 കൈൻഡ് ഓഫ് സർവീസസ് ആണ് ഇപ്പോൾ ഇനീഷ്യലി ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഓഫർ ലെറ്റർ, വർക്ക് പെർമിറ്റ്സ്, അതല്ലെങ്കിൽ ലേബർ പേയ്മെൻറ്റ്സ്, അല്ലെങ്കിൽ കോൺട്രാക്ട് സബ്മിഷൻസ്, അല്ലെങ്കിൽ ലേബർ റിലേറ്റഡുമായിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം നമ്മളെല്ലാം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൽ മൊഹറയുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതുപോലെ തന്നെ റെസിഡൻസി റിന്യൂവൽ, റെസിഡൻസി ക്യാൻസലേഷൻസ്, അല്ലെങ്കിൽ ചേഞ്ച് സ്റ്റാറ്റസ്, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനിലാണ് നമ്മൾ റെസിഡൻസിയുമായി ബന്ധപ്പെട്ട, അതായത് GDRFA, ദുബൈയിലാണെങ്കിൽ GDRFA, അല്ലെങ്കിൽ അതർ എമിറേറ്റ്സിലാണെങ്കിൽ ICP, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ സർവീസസ് എല്ലാം, എമിഗ്രേഷൻ അല്ലെങ്കിൽ ലേബറുമായി ബന്ധപ്പെട്ട മേജർ സർവീസസ് എല്ലാം ഇപ്പോൾ നമുക്ക് ഒറ്റ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ UAE പാസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ മുൻപ് ചെയ്തിരുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്, എന്തെങ്കിലും നവാക്കസ് അല്ലെങ്കിൽ സ്പെഷ്യൽ വിസിറ്റ് റിക്വയർഡ് ആയിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റക്കായി കിടന്ന സമയത്തെല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റ് പോയി വരലും അങ്ങനെ അത്തരത്തിലുള്ള ഡിലേക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് വരാറുണ്ട്. പക്ഷേ ഈ ഒരു വർക്ക് ബണ്ടിൽ ചെയ്യുന്നത് വഴി, വർക്ക് ബണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള സർവീസസ് എല്ലാം നമുക്ക് ഈ ഒരു വർക്ക് ബണ്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു സർവീസസ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇനീഷ്യൽ വന്നത് 3 സർവീസസ് ആണ്. ഹയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻസും, അതുപോലെ തന്നെ റിന്യൂവൽ ചെയ്യാൻ, എംപ്ലോയിൻ്റെ വിസ റിന്യൂവൽ ചെയ്യാനും, അതുപോലെ തന്നെ റെസിഡൻസി ക്യാൻസലേഷൻ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ, ഇത്തരത്തിലുള്ള സർവീസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്യൂച്ചറിൽ ഇനി പലതരത്തിലുള്ള സർവീസസും ആയി വരും എന്നുള്ള ഒരു സൂചനയാണ് UAE ഗവൺമെൻറ് തന്നിട്ടുള്ളത്. സോ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന, പല സൈറ്റിൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ ആയിട്ടുള്ള ഒറ്റ ഈ ഒരു വർക്ക് ബണ്ടിൽ UAE എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ്, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.